ഗുഡ് ആഫ്റ്റർനൂൺ. ഒരു സ്ഥാപനം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആസ് എ ഫൗണ്ടർ നിങ്ങൾക്കൊരു പാഷൻ ഉണ്ട്. ആ പാഷൻ കാരണമാണ് ഈ സ്ഥാപനം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതേ പാഷൻ നിങ്ങൾക്ക് മക്കൾക്ക് ഉണ്ടാകണമെന്ന് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളൊരു സ്ഥാപനം ആരംഭിക്കുന്നത് അത് വിൽക്കാനാണ് ഞാൻ ആരംഭിക്കുന്നത്. എൻ്റെ പാഷനോടെ ഞാൻ ആരംഭിച്ചു. ഞാൻ ഇത് ഉയർത്തും, ഈ സ്ഥാപനം ഉയർത്തി വിജയം കരസ്ഥമാക്കി ഞാനിത് ആവശ്യക്കാർക്ക് വിൽക്കും എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഓർഗനൈസേഷൻ പ്രവർത്തിക്കേണ്ടത്. കാരണം നാളെ മക്കൾ വേറൊരു ഇൻട്രസ്റ്റിലായിരിക്കും. അവരെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ സ്ഥാപനം അവരെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതൊരു ഫാമിലി ബിസിനസ് എന്ന രീതിയിൽ വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ പാഷനിൽ ആരംഭിക്കുന്ന ഒരു സംഭവം നിങ്ങൾ വളർത്തിയെടുക്കുക. നല്ല വില കിട്ടുമ്പോൾ അത് കൊടുത്ത് പിന്നെ അത് മക്കൾക്ക് കൊടുക്കുക. അവരവരുടേതായ ഇഷ്ടത്തിനുള്ളൊരു ബിസിനസ് ചെയ്യട്ടെ. കാരണം ഈ ബിസിനസ്സിൽ മെയിൻ വേണ്ടത് പാഷനാണ്. പാഷൻ ആരും അടിച്ചേൽപ്പിക്കാൻ കഴിയുന്നതല്ല, അല്ലെങ്കിൽ അത് ട്രെയിൻ ചെയ്യാൻ കഴിയുന്നതല്ല. ഇങ്ങനെ പറയുന്ന കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൊസൈറ്റിക്ക് നമ്മൾ ഗീവ് ബാക്ക് ടു ദ സൊസൈറ്റി എന്നുള്ളൊരു സംഭവമുണ്ട്. നമ്മൾ ആദ്യം പറയുന്നു പ്രകൃതിയെ സ്നേഹിക്കാനാണ് മരം വെച്ച് പിടിപ്പിക്കുന്നത്. അതേമാതിരി ഇവിടെ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, പല രോഗികളുണ്ട്. അവർക്കെല്ലാം മെഡിസിൻ ആവശ്യമാണ്. തീർച്ചയായും ഞാൻ പറയുന്നത് എല്ലാവരും ആഹാരം വാങ്ങിച്ചു കൊടുക്കണം എന്നല്ല, പക്ഷേ മെഡിസിൻ ഒരു വലിയൊരു ആവശ്യമാണ്. മറക്കാൻ കഴിയാത്തൊരു സേവനമാണ് മെഡിസിൻ. ഇന്ന് നമുക്ക് കാണാം ഫുഡ് ഇഷ്ടത്തിന് ലഭ്യമാണ്. അതുകൊണ്ട് പല സ്ഥലത്തും ഫുഡ് വേസ്റ്റായി പോകുന്നു പാവപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ. അനാഥാലയങ്ങൾ ചെന്ന് ആർക്കാണ് മെഡിസിൻ ആവശ്യമോ അവർക്ക് ആയിട്ട് എല്ലാ മാസവും മെഡിസിൻ എത്തിച്ച് ആ ഒരു വലിയൊരു ഉപകാരമായിരിക്കും നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്. കാരണം മെഡിസിനാണ് ഏറ്റവും കൂടുതൽ അവർക്ക് ആവശ്യം. അങ്ങനെ ഒരു അനാഥാലയം കണ്ടെടുത്ത് നമ്മുടെ സ്ഥാപനം അത് സ്പോൺസർ ചെയ്ത് അവർക്ക് വേണ്ടിയുള്ള മെഡിസിൻസ് സമയാസമയം എത്തിച്ചു കഴിഞ്ഞാൽ അത് സ്ഥാപനത്തിന് അങ്ങനെയാണ് ഗീവ് ബാക്ക് ടു ദ സൊസൈറ്റി എന്ന് പറയും. നമ്മൾ സമ്പാദിച്ചു, നമ്മൾ വലുതായി, നമ്മുടെ കുടുംബത്തിനും കൊടുക്കണം, നാട്ടുകാർക്കും കൊടുക്കണം, നമ്മൾ പ്രകൃതിക്കും ചെയ്യുന്നു. അതേമാതിരി ഇത്തരം കാര്യങ്ങൾ സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു അനുഗ്രഹീതമാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ വളർച്ച. ഏற்கனவே ഞാൻ പറഞ്ഞ മാതിരി ഏതൊരു റിലീജിയൻ ആണെങ്കിലും സ്പിരിച്വാലിറ്റി വളരെ വളരെ നിർബന്ധമാണെന്ന് പറയുമ്പോൾ അതൊരു ചർച്ചാണെങ്കിലും അമ്പലമാണെങ്കിലും മോസ്കാണെങ്കിലും അവിടെയും ചിലവുകളുണ്ട്. ആ ചിലവിനും നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരു ചെറിയ പെർസെൻറ്റേജ് തീർച്ചയായിട്ടും നൽകണം. ശമ്പളന്മാർ അത് മാസാമാസം അത് അവർക്ക് കൊണ്ടുപോകുമ്പോൾ അതുവഴി നമ്മുടെ പ്രാർത്ഥന സ്ഥലം വളരെ നന്നായിരിക്കും. അതും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുമാതിരിയുള്ള ഓർഗനൈസേഷൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഒരു പള്ളിയോ മോസ്കോ അല്ലെങ്കിൽ അമ്പലങ്ങളോ വളർത്തിയെടുക്കാൻ കഴിയൂ. അത് ഒരു നിർബന്ധമാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും മനസ്സിലാക്കാൻ കഴിയും. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് എല്ലാ റിലീജിയനിലും അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവികത ഇവിടെ ഉണ്ട്. നമ്മൾ ഏത് രൂപത്തിലോ കാണുന്നു ദൈവത്തിനെ, ആ രൂപത്തിൽ ദൈവം അവിടെ അവതരിപ്പിച്ച് നമുക്കതിൻ്റെ അനുഗ്രഹം തരുന്നത് കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും നടപ്പാക്കാൻ കഴിയുന്നത്. അതിനു വേണ്ടിയുള്ളതും ഗീവ് ബാക്ക് ടു ദ സൊസൈറ്റിയിൽ ചെയ്യണം.